ചോദ്യം നമ്പർ 48. ശുചീന്ദ്രം ക്ഷേത്രത്തിലെ ശിക്ഷാസമ്പ്രദായമായ കൈമുക്കിനെക്കുറിച്ച് പരാമർശമുള്ള കൃതി. ശുകസന്ദേശം. ശുചീന്ദ്രം ക്ഷേത്രത്തിലെ ശിക്ഷാസമ്പ്രദായമായ കൈമുക്കിനെക്കുറിച്ച് പരാമർശമുള്ള കൃതി ശുകസന്ദേശം. ചോദ്യം നമ്പർ 49. ഐന്തിണകളിൽപ്പെട്ട കടലോര പ്രദേശത്തിന്റെ പേരെന്ത്? നെയ്തൽ. ഐന്തിണകളിൽപ്പെട്ട കടലോര പ്രദേശത്തിന്റെ പേര് നെയ്തൽ. ചോദ്യം നമ്പർ 50. കറുത്ത ചിരിയുടെ കവി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മലയാള കവി. കെ അയ്യപ്പ പണിക്കർ. കറുത്ത ചിരിയുടെ കവി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മലയാള കവി കെ അയ്യപ്പ പണിക്കർ. ചോദ്യം നമ്പർ 51. മനമഭിഹതമസ്തരാഗമാം സ്വനമിയലില്ല തകർന്ന വീണയിൽ. ഇവിടെ അലങ്കാരം ദൃഷ്ടാന്തം. മനമഭിഹതമസ്തരാഗമാം സ്വനമിയലില്ല തകർന്ന വീണയിൽ. ഇവിടെ അലങ്കാരം ദൃഷ്ടാന്തം. ചോദ്യം നമ്പർ 52. ONV കവിതകളുടെ പഠനമായ ഒരു ഭൂമി ഒരു ആകാശം ഒരു സൂര്യൻ രചിച്ചത് പി സോമൻ. ONV കവിതകളുടെ പഠനമായ ഒരു ഭൂമി ഒരു ആകാശം ഒരു സൂര്യൻ രചിച്ചത് പി സോമൻ. ചോദ്യം നമ്പർ 53. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത കൃതി ഏത്? എ. മാണിക്യവീണ, ബി. അരനാഴിക നേരം, സി. നാഴിയൂരിപ്പാല്, ഡി. ഹൃദയ സരസ്. കൂട്ടത്തിൽ ചേരാത്തത് അരനാഴിക നേരം. ചോദ്യം നമ്പർ 54. പിൽക്കാല മുതലാളിത്തത്തിന്റെ സാംസ്കാരിക യുക്തി എന്ന് ഉത്തരാധുനികതയെ വിശേഷിപ്പിച്ചത് ആര്? ഫ്രെഡറിക് ജെയിംസൺ. പിൽക്കാല മുതലാളിത്തത്തിന്റെ സാംസ്കാരിക യുക്തി എന്ന് ഉത്തരാധുനികതയെ വിശേഷിപ്പിച്ചത് ഫ്രെഡറിക് ജെയിംസൺ. ചോദ്യം നമ്പർ 55. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിക്കൊണ്ട് ഉണ്ണി നമ്പൂതിരി മാസികയിൽ അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ലേഖനം എഴുതിയത് ആര്? VT ഭട്ടതിരിപ്പാട്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിക്കൊണ്ട് ഉണ്ണി നമ്പൂതിരി മാസികയിൽ അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ലേഖനം എഴുതിയത് VT ഭട്ടതിരിപ്പാട്. ചോദ്യം നമ്പർ 56. സ്ഫോട സിദ്ധാന്തം അവതരിപ്പിക്കുന്ന ഗ്രന്ഥം. വാക്യപതീയം. സ്ഫോട സിദ്ധാന്തം അവതരിപ്പിക്കുന്ന ഗ്രന്ഥം വാക്യപതീയം. ചോദ്യം നമ്പർ 57. പ്രയുക്ത ഭാഷാശാസ്ത്രത്തിലെ ഭാഷാബോധനവുമായി ബന്ധപ്പെട്ട് ഭാഷാപ്രയോഗത്തിൽ വരാറുള്ള തെറ്റുകളെ അപഗ്രഥിക്കുന്നതിന് പറയുന്ന പേര്? സ്ഖലിതാപഗ്രഥനം. പ്രയുക്ത ഭാഷാശാസ്ത്രത്തിലെ ഭാഷാബോധനവുമായി ബന്ധപ്പെട്ട് ഭാഷാപ്രയോഗത്തിൽ വരാറുള്ള തെറ്റുകളെ അപഗ്രഥിക്കുന്നതിന് പറയുന്ന പേര് സ്ഖലിതാപഗ്രഥനം.